മരണപ്പെട്ടു പോയ ആളുകളെ ചില സന്ദർഭങ്ങളിൽ നമ്മളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതായി കണ്ട ആളുകളുണ്ട്. മറ്റാരുടെയെങ്കിലും ശരീരത്തിൽ പ്രവേശിച്ച് മരിച്ചുപോയ ആളെപ്പോലെ സംസാരിക്കുന്ന ആളുകളുണ്ട്. ലോകത്ത് 10,000-കണക്കിന് പ്രേത കഥകൾ, റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രേത കഥകൾ ലോകത്തുണ്ട്. ലോകത്ത് അറിയപ്പെട്ട ഒരു പുസ്തകമുണ്ട്, ഓം സേർട്ടി ദ ഗാർഡിയൻ ഓഫ് ഏൻഷ്യന്റ് മിസ്റ്ററീസ്. അതുപോലെ തന്നെ ദ സെർച്ച് ഫോർ ഓം സേർട്ടി എന്ന് പറയുന്ന മറ്റൊരു പുസ്തകമുണ്ട്. ഇത് രണ്ടും ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകങ്ങളാണ്. 1904 ലണ്ടനിൽ ജനിച്ച ഒരു കുട്ടി, ഡോറത്തി ലൂയിസ് എഡി എന്ന് പറയുന്ന ഒരു കുട്ടി. 3-ാമത്തെ വയസ്സിൽ ആ കുട്ടി സ്റ്റെയറിന്റെ മുകളിൽ നിന്ന് താഴെ വീഴുന്നു. ആ കുട്ടി മരണപ്പെട്ടു പോകുമെന്ന് എല്ലാവരും വിചാരിക്കുന്നു. പക്ഷെ അത്ഭുതകരമായി ആ കുട്ടി രക്ഷപ്പെടുന്നു. രക്ഷപ്പെട്ടതിന് ശേഷം പിന്നീട് ആ കുട്ടി അവരുടെ മാതൃഭാഷയല്ല സംസാരിക്കുന്നത്, മറ്റു പലതും ആ കുട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എനിക്കെന്റെ വീട്ടിലേക്ക് പോകണം, നാട്ടിലേക്ക് പോകണമെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മാതാപിതാക്കളുമായിട്ട് ലണ്ടൻ മ്യൂസിയത്തിലേക്ക് പോയി അവിടെ പഴയ ഈജിപ്തിലെ പുരാവസ്തുക്കളൊക്കെ കാണുമ്പോൾ ഇതാണ് എന്റെ വീട്, എന്റെ നാട് എന്നൊക്കെ ആ കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കുറച്ച് വളർന്നു കഴിഞ്ഞപ്പോൾ യാത്ര ചെയ്ത് ഈജിപ്തിന്റെ തലസ്ഥാനമായ കെയ്റോയിലേക്ക് ആ കുട്ടി പോകുന്നു. അവിടെ ചെന്നതിന് ശേഷം ആ കുട്ടി പറയുന്നത്, ആ കുട്ടി 3000 വർഷം മുമ്പ് ഈജിപ്തിൽ ജീവിച്ചിരുന്ന അന്നത്തെ ഒരു ഫറോവയുടെ ക്ഷേത്രത്തിലെ പൂജാരിണിയായിരുന്നു ആ കുട്ടി എന്നാണ് ആ കുട്ടി പറയുന്നത്. അവരെ കുറിച്ചുള്ള പുസ്തകമാണ് ഈ പുസ്തകം. 1981 ഈജിപ്തിലാണ് അവർ മരിക്കുന്നത്. ലോകത്ത് അവരെ കുറിച്ച് ഒരുപാട് റിസർച്ചുകൾ നടന്നിട്ടുണ്ട്. നമ്മൾ യൂട്യൂബിലൊക്കെ പോയാൽ അവരെ കുറിച്ച് നാഷണൽ ജോഗ്രഫിയുടെ ഒക്കെ ഡോക്യുമെന്ററി കാണാൻ സാധിക്കും. ഈ കുട്ടി വെറുതെ പറഞ്ഞത് മാത്രമല്ല, ഈജിപ്റ്റോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്ര മേഖലയുണ്ട്. പുരാതന ഈജിപ്തിനെ കുറിച്ച് പഠനം നടത്തുന്ന, പുരാതന ഈജിപ്തില് ഈ മമ്മികളിൽ, പിരമിഡുകളിലൊക്കെ എഴുതിയിരിക്കുന്ന ലിപികൾ, അക്ഷരങ്ങളൊക്കെ മനസ്സിലാക്കി അത് വായിച്ച് അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഈജിപ്റ്റോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖയുണ്ട്. ഈജിപ്റ്റോളജി ഇതുവരെ ലോകത്ത് ഒരു ഭാഷാ പണ്ഡിതനും വായിക്കാൻ പറ്റാതിരുന്ന അക്ഷരങ്ങൾ ഈ പെൺകുട്ടി വായിച്ചു കൊടുത്തു. എന്ന് മാത്രമല്ല, പുരാതന ഈജിപ്തിൽ ഉണ്ടായിരുന്ന റോഡുകൾ, ക്ഷേത്രങ്ങൾ, വീടുകൾ, ഇതിനെക്കുറിച്ചെല്ലാം ആ കുട്ടി പറഞ്ഞു കൊടുത്ത അതേ സ്ഥലത്ത് കുഴിക്കുമ്പോൾ ഈ സാധനങ്ങളൊക്കെ അവർക്ക് കിട്ടി. 1981 ഈജിപ്തിലാണ് ഇവർ മരിക്കുന്നത്. ഇവര് ഈജിപ്തിന്റെ ഖനന ഗവേഷണ രംഗത്ത് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. കാരണം അവർ സംസാരിക്കുന്നത് 3000 വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിൽ ജീവിച്ചിരുന്ന ഓം സേർട്ടി എന്നറിയപ്പെടുന്ന ഒരു പൂജാരിണിയെ പോലെയാണ് അവർ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ പൂജാരിണിയുടെ പുനർജന്മമാണ് എന്നാണ് അവരെ കുറിച്ച് വിശ്വസിക്കപ്പെടുന്നത്. ഇങ്ങനെ ഈ ഓം സേർട്ടിയെ പോലെ ലോകത്ത് ഒരുപാട് കഥകളുണ്ട്, നമുക്കൊക്കെ അനുഭവത്തിലുണ്ട്. 1966 അമേരിക്കയിൽ എഴുതപ്പെട്ട ലോകത്ത് ബെസ്റ്റ് സെല്ലർ ആയിരുന്ന ഒരു പുസ്തകമുണ്ട്, ദ ഇന്ററപ്റ്റഡ് ജേർണി എന്നാണ് പുസ്തകത്തിന്റെ പേര്. 1961 അമേരിക്കക്കാരായ 2 ദമ്പതികൾ, ബെർണി ഹിൽസും അവരുടെ ഭർത്താവും, കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്ക് കാറിൽ